stage vehicle. Yes. ISR with two solid stages and 2 liquid stages. The performance of the vehicle up to the end of, close to the end of third stage was as expected. Close to the end of the third stage, we are seeing little more disturbance in the vehicle roll rates, and subsequently there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. Thank you. യെസ്, ഇത് ISROയുടെ പ്രഖ്യാപനം വരുമ്പോൾ അതായത് സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് തന്നെയാണ് ISRO വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് മൂന്നാം ഘട്ടത്തിൻ്റെ അവസാന നിമിഷത്തിൽ ആണ് ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ അജയ് സൂചിപ്പിച്ചതുപോലെ 1ഉം 2ഉം ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നു. മൂന്നാം ഘട്ടത്തിന് ശേഷം 4ാം ഘട്ടത്തിലേക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നു എന്ന സൂചന തന്നെയായിരുന്നു പുറത്തു വന്നത്. പക്ഷേ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് ഏത് ഗതിയിലായിരുന്നോ ഈ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത് അതിൽ നിന്ന് ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി ഉണ്ടാകും എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് സാങ്കേതിക പ്രശ്നം നേരിടുന്നു എന്നതിനപ്പുറത്തേക്ക് വിക്ഷേപണം പരാജയപ്പെട്ടു എന്ന തരത്തിൽ നമുക്ക് ഈ നിമിഷത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അജയ്, അതാണല്ലോ ISROയുടെ വിശദീകരണം വരുമ്പോൾ പ്രതീക്ഷിച്ച നിലയിലല്ല എന്നത് വ്യക്തമാകുന്നു. പക്ഷേ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടോ, ഈ വിക്ഷേപണം പൂർണ്ണമായ ഒരു പരാജയമായിരുന്നോ, അതൊരു ഫെയിലിയർ എന്ന തരത്തിലേക്ക് ഇപ്പോഴും ISROയുടെ വിശദീകരണം വരുന്നില്ല. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അജയ്? അതെ അഭിലാഷ്, വിക്ഷേപണം പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ ISRO നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു സാങ്കേതിക പ്രശ്നം അത് ഉണ്ടായി, അത് ഇപ്പോൾ പരിഹരിക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തി വരുന്നതായിട്ടാണ് നിലവിൽ ISROയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. ഇനി അതിൻ്റെ കൃത്യമായ ഡേറ്റ, അതായത് ഈ മൂന്നാമത്തെ ഇനിഷ്യൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എൻഡിങ്ങിലേക്ക് വന്ന സമയത്ത് 4ാമത്തെ ഘട്ടം തുടങ്ങിയതായിട്ടായിരുന്നു സ്ക്രീനിൽ അലേർട്ട് വന്നത്. അപ്പോൾ 4ാമത്തെ ഘട്ടം തുടങ്ങിയിരുന്നോ, ഇനി 3ാമത്തെ ഘട്ടം കഴിഞ്ഞ വർഷം മെയ്യിൽ ഉണ്ടായിട്ടുള്ള ഈ C61 വിക്ഷേപണത്തിൽ PSLV C61 എറർ ഉണ്ടായത് 3ാം ഘട്ടത്തിൻ്റെ തുടക്കത്തിലായിരുന്നു. അപ്പോൾ നിലവിലും അതേ 3ാം ഘട്ടത്തിൽ തന്നെയാണോ ഈ സാങ്കേതിക പ്രശ്നം വന്നത്, അതോ 3ാം ഘട്ടത്തിൽ നിന്ന് 4ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ 4ാം ഘട്ടത്തിലായിരുന്നോ ഇത്തവണ എറർ സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും അജയ്, ഒരു പക്ഷേ ISROയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജനകീയമായിട്ടാണ് ഇത്തരം വിക്ഷേപണങ്ങളൊക്കെ നടത്തുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ സാധാരണക്കാരായ ആളുകൾക്കടക്കം വിക്ഷേപണം നേരിട്ട് കാണുവാനുള്ള അവസരമൊക്കെ ഒരുക്കാറുണ്ട് ISRO. അവരുടെ സൈറ്റുകളിൽ ഈ വിക്ഷേപണ വിവരങ്ങൾ കൃത്യമായി ഡീറ്റെയിൽ ആയി വിശദീകരിക്കുന്ന സാഹചര്യമുണ്ട്, മാധ്യമങ്ങളോട് പ്രതികരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത നമുക്ക് അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.